ഈ സ്ലീപ്പും ലങ് ഹെൽത്തും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്ലീപ്പ് നമ്മൾ ശരിക്കും ബോഡിയിലെ ഒരു ഫംഗ്ഷൻ എടുത്ത് നോക്കിയാൽ മോസ്റ്റ് ഓഫ് ദ ഡിസീസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വൺ ഓഫ് ദ ഫംഗ്ഷൻ ഈ സ്ലീപ്പ്. അപ്പോൾ സ്ലീപ്പ് പ്രോപ്പർ അല്ലെങ്കിൽ ഒരുവിധം എല്ലാ അവയവങ്ങളെയും ബാധിക്കാം. അപ്പോൾ അതിൽ ഇൻക്ലൂഡിങ് ലങ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ലീപ്പ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 6-7 hours ഉറങ്ങുന്നുണ്ടാവും. പക്ഷേ അവരുടെ സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്യുവർലി ഫ്രാഗ്മെൻറ്റഡ് സ്ലീപ്പ് ആയിരിക്കും. അവർക്ക് ഡീപ്പ് സ്ലീപ്പ്, അതായത് നമുക്ക് റിസ്റ്റോറേറ്റീവ് സ്ലീപ്സ്, ഫ്യൂ സ്റ്റേജസ് ഓഫ് സ്ലീപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ N3 സ്ലീപ്പ് അല്ലെ REM സ്ലീപ്പ് എന്നൊക്കെ പറയുന്നതാണ് റിസ്റ്റോറേറ്റീവ് സ്ലീപ്പ്. അപ്പോൾ ആ ഒരു സ്ലീപ്പ് കിട്ടുന്നില്ലെങ്കിൽ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ് ആവുന്നില്ല. ബോഡി റിക്കവർ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ റിസ്റ്റോറേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് സ്ലീപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ബോഡിയെ അഗൈൻ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിലാക്കുകയും ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ ഇവിടെ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് അഗൈൻ ലങ്സിനെ ബാധിക്കുമ്പോൾ ഒന്ന് ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി കുറയും. ഒന്ന് ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ നമുക്ക് റിക്കറൻറ്റ് ചെസ്റ്റ് ഇൻഫെക്ഷൻസ് അല്ലെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാം. പിന്നെ സ്ലീപ്പ് ആപ്നിയ, സ്ലീപ്പ് നമ്മുടെ ഉറക്കത്തിൽ കൂർക്കമ്പലിയുടെ അസുഖം എന്നൊക്കെ പറയുന്ന ഉറക്കത്തിൽ ഓക്സിജൻ കുറയുന്ന ഒരു കണ്ടീഷൻ. അതുപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് അസുഖങ്ങൾ, അതായത് COPD അല്ലെ ആസ്മ, അതിനെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാം.